കേരളത്തിലെ നവോത്ഥാന നായകനായ വെള്ളാപ്പള്ളി നടേശന് എന്തൊക്കെയാണ് ആ പ്രസ്താവന? ഈ പറഞ്ഞ പോലെ ശ്വാസം മുട്ടുന്നു, ഇവിടെ കോളേജും അനർഹമായതെല്ലാം മുസ്ലിം സമുദായം വാങ്ങി വെച്ചിരിക്കുകയാണ്. ആ ശ്വാസം മുട്ടുന്ന നാട്ടിൽ, ഞാൻ പെരിന്തൽമണ്ണയിൽ നിന്നാണ് വരുന്നത്, എന്റെ പെരിന്തൽമണ്ണ തന്നെയുണ്ട് ഒരു SNDP കോളേജ്. എല്ലാ വിഭാഗം കുട്ടികളും പഠിക്കുന്ന, എല്ലാ വിഭാഗം അധ്യാപകരും പഠിപ്പിക്കുന്ന, എല്ലാവരും സമാധാനത്തോടു കൂടി ജീവിക്കുന്ന ഒരു SNDP കോളേജ്. അവർ അറിഞ്ഞിട്ടുണ്ടാവില്ല ഇത്ര കാളകൂട വിഷം ഇതിന്റെ ഉള്ളിലുണ്ട് എന്നുള്ളത്. ആ കോളേജിനെ കുറിച്ചല്ല, ആ മാനേജ്മെന്റിനെ കുറിച്ചും അല്ല, പക്ഷെ അതിന്റെ പേരിൽ അധികാരവുമായി നടക്കുന്ന ഇത്തരം മനുഷ്യരുടെ ഉള്ളിലുണ്ടെന്ന്. ആ കോളേജ് അവിടെ ഉണ്ടായിരിക്കും, അയാൾ പറയാ ഞങ്ങൾക്ക് ഇവിടെ കോളേജുകൾക്ക് അനുമതി തരുന്നില്ല, സ്ഥലം വിട്ടു നൽകുന്നില്ല എന്നുള്ളത്. ഇവിടെ നമ്മൾ ആദ്യം ആദരിച്ചത് ആരെയാണ്? ആദ്യം ആദരിച്ചത് മറ്റു മതസ്ഥരുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് 25 ഏക്കർ സ്ഥലം വിട്ടു നൽകിയ, ഏക്കർ കണക്കിന് സ്ഥലം വിട്ടു നൽകിയ ഒരു മനുഷ്യനെയാണ്. ഇതൊക്കെ വേർതിരിച്ച് പറയേണ്ടി വരുന്നത് എന്റെ കാലത്തിന്റെ നിസ്സഹായതയാണ്, ക്ഷമിക്കുക. അങ്ങനെ നിൽക്കുന്ന ഒരു നാടിനെ ചൊല്ലി ഇയാൾ പറയുന്ന പ്രസ്താവനകളാണ് ഇതൊക്കെ. അവിടെയുള്ള മനുഷ്യർ മുഴുവൻ ഭീകരവാദികളാണ് എന്ന് ചിത്രീകരിക്കുന്നതൊന്ന്. ഒരു പക്ഷെ ഈ പറഞ്ഞ പോലെ ഉത്തരേന്ത്യയിലെ RSSന്റെ നേതാക്കന്മാർ പോലും, ഏതെങ്കിലും ഒരു ഹേമന്ത് ബിശ്വാസ് ശർമ്മ പോലും പറയാവുന്നതിനേക്കാൾ പരമാവധി മുസ്ലിം വിദ്വേഷം പ്രചരിപ്പിച്ച ഒരാൾക്ക് ഇവിടെ കിട്ടാൻ പോകുന്ന, എത്തിച്ചേരാൻ പോകുന്ന ഇട ഏതാണ്? ചാവറ്റുകുഴിയിലേക്ക് ഇടണം നമ്മൾ മനസ്സിലുണ്ടാവും. പക്ഷേ ഇവിടുത്തെ അധികാരമുള്ള രാഷ്ട്രീയ പാർട്ടി, ഈ സംസ്ഥാനം ഭരിച്ചുകൊണ്ടിരിക്കുന്ന രാഷ്ട്രീയ പാർട്ടി തീരുമാനിക്കുന്നത് ഇത്തരം മനോഹരമായ പ്രസ്താവനകൾ നടത്തുന്നവരെ, ഇത്തരം സാമുദായിക പ്രവർത്തനങ്ങൾ നടത്തുന്നവരെ നമുക്ക് എത്തിക്കാനുള്ള വഴി, എത്തിക്കാനുള്ള ഇടം ഒരുപക്ഷെ പത്മഭൂഷൺ വരെയാണ്. ഇവരെ ഇരുത്താനുള്ള ഇടം CMന്റെ 1-ാം നമ്പർ കാറാണ്. ഇവരെ എഴുന്നള്ളിക്കാനുള്ള വാക്ക് നവോത്ഥാന നായകൻ എന്നാണ്.